അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ റമദാനിലാണ് നാം ഓരോരുത്തരും. അള്ളാഹു സത്യസന്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു ദിനമാണ് റമദാൻ. ജീവിതത്തിൽ തെറ്റ് ചെയ്യാതെ കടന്നു പോകുന്നവരില്ല. തെറ്റെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തെറ്റുകളുണ്ട്. തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് ചെയ്യുന്നവരും യാദൃശ്ചികമായി തെറ്റുകളിൽ ചെന്ന് പെടുന്നവരും ചെയ്തു പോയതിനു ശേഷം താൻ ചെയ്തത് വലിയ ഒരു തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുകയും അതിന് പശ്ചാത്താപം നടത്തുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിന് പശ്ചാത്താപം നടത്തുകയും പിന്നീട് അത് ജീവിതത്തിൽ വരാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉത്തമ മാർഗം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് ഇവിടെ യുദ്ധങ്ങളും അതുപോലെ തന്നെ ജീവിത നിയമങ്ങളുമൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ ചെറിയ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഭയക്കുന്ന ഒരവസ്ഥയാണ് നമുക്കേവർക്കും കാണാൻ കഴിയുന്നത്. കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും മക്കളുണ്ട്. നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ ആകരുത്, നമ്മൾ അനുഭവിച്ചു വന്ന പോലെ അവർ അനുഭവിക്കരുത്, നമ്മൾ വേദനിച്ചതുപോലെ അവർ വേദനിക്കരുത് എന്നൊക്കെ കരുതിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ച് മക്കൾ നല്ല നിലയിലായി കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാക്കളും പല രീതിയിൽ പല വിഷമങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയാണുള്ളത്. ചിലർ മോശമായിട്ടും ചിലർ നല്ലവരായിട്ടും മാറുന്നുണ്ടെങ്കിലും ചില മോശപ്പെട്ട ആളുകളെ കൊണ്ട് നല്ലവർ ജീവിതം തന്നെ ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥയും നമ്മുടെ നാട്ടിൽ നിത്യസംഭവമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായിക്കൊണ്ട് കുട്ടികൾ അത്തരം മേഖലകളിലേക്കൊക്കെ പെട്ടെന്ന് കടന്നു പോകുന്നത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ കാണുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അവർ വലിയ സുഖമായി കാണുകയും ആ സുഖത്തിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ അവരറിയാതെ വലിയ വലിയ ആപത്തുകളിലേക്കാണ് കടന്നു പോകുന്നത്. അവർ ചെയ്യുന്ന തെറ്റിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് രക്ഷിതാക്കളുമാണ്. ഒരു കുട്ടി പുറത്തുപോയി തെറ്റ് ചെയ്താൽ എല്ലാവരും മോശം പറയുന്നത്, മോശമാക്കി പറയുന്നതൊക്കെ രക്ഷിതാക്കളെ കുറിച്ചാണ്. അവൻ്റെ തന്ത ശരിയല്ലാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ആയത് എന്നുള്ള ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. അപ്പോൾ കുട്ടിക്കാലം മുതലേ തന്നെ മക്കളെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പരിചയപ്പെടുത്തുകയും അവരുടെ ദർഗകളിൽ സിയാറത്ത് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ ആ കുട്ടികളുടെ മനസ്സിൽ ഒരു ഭയഭക്തി ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. ഇന്ന് കയ്യിൽ മൊബൈലുണ്ട്. വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രക്ഷിതാക്കൾ അത്തരം വിഷയങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ യൂട്യൂബ് പോലെയുള്ള ചാനലുകളിൽ പലതരം ചാനലുകളുണ്ട്. അതിലൊക്കെ ദൈവികപരമായ വിഷയങ്ങളെക്കുറിച്ച് പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നത് കണ്ട് ദൈവത്തിനെ പോലും വില കൽപ്പിക്കാത്ത ഒരു തരത്തിലേക്ക് തരം താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വലിയ പ്രഗത്ഭന്മാരൊക്കെ
ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തിൻ്റെ വിഷയത്തിൽ തർക്കങ്ങളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ അവർ കാണുന്നത്. അപ്പോൾ ഉല്ലാസഭരിതമായ ഈ ലോകത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം കാണുന്ന കുട്ടികൾക്ക്, ഇത്രയൊക്കെ അറിവുള്ളവർ തമ്മിൽ തന്നെ ദൈവത്തിൻ്റെ വിഷയങ്ങളിൽ തർക്കങ്ങളാകുമ്പോൾ ആ കുട്ടികൾ ആലോചിക്കും, എന്ത് ദൈവം, ഇതൊക്കെ വെറും ഒരു പ്രഹസനം മാത്രമാണ്. അങ്ങനെ അവർക്ക് തോന്നിപ്പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ അവർക്കത് തോന്നാതിരിക്കണമെങ്കിൽ മക്കൾ ജനിക്കുമ്പോൾ തന്നെ അവർ വളർന്നു വരുന്ന സാഹചര്യം തൊട്ട് അവരെ രക്ഷിതാക്കൾ നിർബന്ധമായും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ വഴികളിലൂടെ സഞ്ചരിപ്പിക്കുകയും അത്തരം ദർഗകളിലിടക്ക് സിയാറത്ത് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു ഭയഭക്തി ഓട്ടോമാറ്റിക്കായിട്ട് വരും. എൻ്റെ മക്കളെയും ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ തെറ്റായ വഴികളിൽ പോകാതെ അവർക്കൊഴിവ് കിട്ടുന്ന സമയങ്ങളിൽ അവർ സിയാറത്തിന് പോകുന്നു. അധികം കൂട്ടുകാരൊന്നുമില്ലാതെ കഴിയുന്നതും അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ അല്ലാഹുവിന് നന്ദി പറയുകയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളെ അത്തരം മേഖലകളിലൂടെ കൊണ്ടുപോകാനായി വളരെ ചെറുപ്പം മുതൽ, ഒരുപാട് വളർന്നു വലുതായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിക്കാലം മുതലേ തന്നെ അതിന് നിങ്ങൾ തയ്യാറാകണം. ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബമാണ്. അവിടെ നിന്ന് വിദ്യ ശരിയായ രൂപത്തിൽ ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആരെല്ലാം എന്തെല്ലാം വിദ്യ പറഞ്ഞു കൊടുത്തിട്ടും ഒരു ഫലമില്ല. ആദ്യത്തെ ഗുരു മാതാവാണ്. മാതാവിൻ്റെ പരിപാലനത്തിലൂടെയാണ് ഒരു കുട്ടി വളരുന്നത്. മാതാവിൻ്റെ ശ്രദ്ധ മക്കളിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു ശ്രദ്ധ അവർ വളർന്നു വലുതാകുമ്പോഴും ഉണ്ടാകണം. മക്കളല്ലേ, അവർ വളർന്നില്ലേ, അവർക്ക് ആഗ്രഹങ്ങളില്ലേ, അവർ ചോദിക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അപ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കുമ്പോൾ ആ വാങ്ങിക്കൊടുക്കുന്ന വസ്തുവിൻ്റെ വില പോലും അവർക്ക് മനസ്സിലാകാതെ അവർ പുതിയത് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. എല്ലാത്തിൻ്റെയും വില മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം എന്തും കൊടുക്കാൻ, എങ്കിലേ അവർ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുമില്ല. പള്ളിയിൽ പോയിരുന്നാലും അവിടെ നിന്ന് കേൾക്കുന്നതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രകഥകളാണ്. അതല്ല കേൾക്കേണ്ടത്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടത് ശരിയായിട്ടുള്ള ഒരറിവാണ്. എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വസ്തു ഉപയോഗിക്കേണ്ടത്, അങ്ങനെ നിയമങ്ങളും നിയമവശങ്ങളുമൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം അവരെ വളർത്തിയെടുക്കാൻ. ഇല്ലെങ്കിൽ അവരെ ഓർത്ത് നാം കരയേണ്ടി വരും. താമരശ്ശേരിയിൽ ഈ അടുത്തുണ്ടായ കുട്ടികൾ തമ്മിലുള്ള തല്ലുപിടുത്തത്തിലൂടെ ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആ കുടുംബത്തിനാണ് വലിയ നഷ്ടം. ഒന്നവർ ഒരു സെല്ലിലാണെങ്കിലും അവരുടെ പേരിൽ, അവർ എക്സാം എഴുതുന്നതിൻ്റെ പേരിലൊക്കെ വലിയ സമരങ്ങളും ഒക്കെ നടക്കുന്നത് കണ്ടു. എല്ലാം ഒരു നാടകമാണ്. നമ്മുടെ മക്കളാണ് ആ നാടകത്തിൽ ബലിയാടാകുന്നത്. എത്ര വലിയ സമരങ്ങൾ തന്നെ നടത്തിയാലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രഹസനങ്ങളിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മക്കളെയാണ്. അതുകൊണ്ട് നാളത്തെ കുടുംബത്തിന് ഉത്തരവാദിത്തപ്പെട്ട മക്കളായി മാറാൻ വേണ്ടി രക്ഷിതാക്കൾ മക്കളോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാവണം. അവരോടൊപ്പം സംസാരിക്കാൻ തയ്യാറാകണം. അവരോടൊപ്പം സ്നേഹം പങ്കിടാൻ തയ്യാറാകണം. അവരോടൊപ്പം യാത്ര ചെയ്യണം. ചെറുപ്പം മുതലേ തന്നെ ഏറ്റവും അധികം യാത്ര അവരോടൊപ്പം തന്നെ ആയിരിക്കണം. ഞാൻ എൻ്റെ മക്കളുമായിട്ടാണ് അധികം യാത്ര ചെയ്യുന്നത്. ഭൂരിഭാഗ സമയത്തും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മക്കളെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ പോകാറ്. ഇന്നും ആ സൗഹൃദം നല്ല നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ പോകുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മൾ നേരെയായാൽ അവരും നേരെയാകും. നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല, ഞാൻ പോയി കഷ്ടപ്പെടുകയല്ലേ, എന്നാലല്ലേ അവർക്ക് തിന്നാൻ പറ്റുള്ളൂ, കുടിക്കാൻ പറ്റുള്ളൂ. അതെ, അവർ തിന്നതും കുടിക്കുന്നതൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിൽ ഇടയ്ക്ക് അവരുമായിട്ട് സന്തോഷത്തോടു കൂടി കഴിയാനും അവരുമായി ഒരല്പനേരം സംസാരിക്കാനും അവരുമായിട്ട് സൗഹൃദം പങ്കിടാനും ഒക്കെ രക്ഷിതാക്കൾ തയ്യാറാവണം. ഇന്ന് മക്കൾക്ക് വീട്ടിൽ നിന്ന് ശരിയായൊരു സ്നേഹം ലഭിക്കുന്നില്ല. അവർ പുറത്താണ്. ഭൂരിഭാഗം കുട്ടികളും റോഡിലാണ്. രാത്രി സമയങ്ങളിലൊക്കെ ഞാൻ സിയാറത്ത് കഴിഞ്ഞ് വരുമ്പോൾ 1 മണിക്കൊക്കെ എത്രയോ ചെറുപ്പക്കാർ കുട്ടികളാണ് ചായക്കടയുടെ മുന്നിൽ ആണും പെണ്ണും ഒക്കെയായിട്ട് ഇടകലർന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ച. അതും സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. നമ്മുടെ കാഴ്ചയിൽ അതൊരു സിഗരറ്റാണെങ്കിൽ അതിലെന്തെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയില്ല. മറ്റെന്തെങ്കിലും സംഭവങ്ങൾ കേൾക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് അവർ ലഹരി ആണ് ഉപയോഗിച്ചിരുന്നതെന്ന്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാതെ ആരെയും ശിക്ഷിക്കാനുള്ള നിയമവുമില്ല. തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടാൽ അവനെ പിടിച്ച് ശാസിക്കാനും നിയമമില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവരെ പിടിക്കാനും കോടതിയിൽ ഹാജരാക്കാനും കോടതി നിയമപ്രകാരം അവരെ പരിപാലിക്കാനുമാണ് അവർക്ക് അധികാരമുള്ളത്. നിയമത്തിലൂടെയാണ് അവർക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവരെയും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും ശ്രദ്ധ വേണ്ടത് നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചിട്ട് നമുക്കാണ് ബോധം വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നാം അറിയാതെ നശിക്കും. പിന്നെ അതോർത്ത് കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യവുമില്ല. മക്കളെ ആവശ്യം നമുക്കാണ്. അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കാണ്. അവരുടെ സ്വപ്നങ്ങളും എല്ലാം നമുക്ക് ഗുണകരമാകും. നമ്മൾ ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുക്ക് ഗുണകരമായി തീരണം എന്ന ആ ഒരു ചിന്ത പോലെ തന്നെയായിരിക്കണം തൻ്റെ മക്കൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി ആയിരിക്കണം എന്ന ബോധം രക്ഷിതാക്കൾക്കുണ്ടാവേണ്ടത്. രക്ഷിതാവായ റബ്ബിന് വേണ്ടിയിട്ട് നാമൊക്കെ രക്ഷിതാവിൻ്റെ വഴി മനസ്സിലാക്കിയതുകൊണ്ട് രക്ഷിതാവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. തെറ്റുകൾ കാണുമ്പോൾ അകലാൻ ശ്രമിക്കുന്നു. അബദ്ധങ്ങൾ പറ്റും, പാശ്ചാത്തപിക്കും, അവനിലേക്ക് മടങ്ങും. ഒരുപാട് പ്രാവശ്യത്തെ മടങ്ങലും തെറ്റുപറ്റലും ഒക്കെ കൊണ്ടാണ് ഒരു വലിയ ശരിയിലേക്ക് നാമൊക്കെ എത്തപ്പെടുന്നത്. അതിന് എപ്പോഴും നമ്മളെ ഉപദേശിക്കാൻ നമ്മുടെ പുറകിൽ ഒരാളുണ്ടായിരിക്കണം. അതുകൊണ്ട് മക്കളെ എല്ലാവരും, വിശ്വാസികളായ ആൾ അല്ലാത്തവരോടല്ല, വിശ്വാസമുള്ളവർ കുട്ടിയെ വളരെ ചെറുപ്പം മുതലേ തന്നെ അള്ളാഹുവിൻ്റെ മശായിഖന്മാരുടെ മഖാമുകളിൽ ചന്ദനക്കുടം, വെടിക്കെട്ട്, നേർച്ച ഇതിൻ്റെ പുറകെ പോകാനല്ല ഞാൻ പറയുന്നത്. ആരിഫ്യങ്ങളുടെ മക്ബറുകൾ സിയാറത്ത് ചെയ്യുക, അവിടെ അല്പനേരം ഇരിക്കുക. മറ്റ് ആചാരങ്ങളിലൊന്നും പങ്കുകൊള്ളേണ്ട കാര്യമില്ല. അല്ലാത്ത സമയങ്ങളിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ദർഗകളിലൊക്കെ പോവുക. മഹാനായ സിയം വലി അള്ളാഹുവിൻ്റെ ദർഗ, അതുപോലെ തന്നെ വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ ദർഗ, അങ്ങനെ ഒരുപാട് ദർഗകൾ. അത്തരം ദർഗകളിലൊക്കെ ഇടയ്ക്കൊന്ന് യാത്ര ചെയ്യുക. അതായിരിക്കണം ടൂർ. ഭീമാപ്പള്ളിയിലേക്കും നാഗൂരിലേക്കും മുത്തുപേട്ടയിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുക ഇടയ്ക്ക്. ഒരു ടൂറ് അങ്ങനെയാകട്ടെ. വളരെ ശ്രദ്ധിച്ചാൽ സന്തോഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും ജനിച്ചത് മരിക്കാൻ തന്നെയാണ്. ആ മരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാക്കി മാറ്റാൻ ശ്രമിക്കുക. അല്ലാതെ കണ്ടവൻ്റെ തല്ലുകൊണ്ടും വെട്ടുകൊണ്ടും മരിക്കാനിടയാകുന്നത് നമ്മളവരെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് അവരെ വളർത്തി നല്ല നിലയിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഓരോ ദിവസവും വ്യത്യസ്തമായ വാർത്തകളാണ് നാം കേട്ടുണരുന്നത്. ഓരോ കുടുംബങ്ങളിലും ഓരോ കുട്ടികൾ, അതും മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. വെഞ്ഞാറമൂടിൽ 5 പേരെ വെട്ടിക്കൊന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ. എന്തിൻ്റെ മനോഭാവത്തിലാണ് അവനത് ചെയ്തത്? ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം
വൈകൃതങ്ങൾക്കെല്ലാം കാരണം ദൈവഭയം ഇല്ലാതെയായിപ്പോയി. ആ ഭയം ഇല്ലാതെയാക്കിയത് നാം തന്നെയാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക.